നമസ്കാരം. UAE ഫെഡറൽ സർക്കാർ മേഖലയിൽ എമിറാത്തി ജീവനക്കാരുടെ എണ്ണം 65% എത്തിയതായി സാമ്പത്തികകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ ഹാദി അൽ ഹുസൈനി വെളിപ്പെടുത്തി. ഇന്നലെ നടന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 2025 മാത്രം 5370 സ്വദേശി നിയമനങ്ങളാണ് നടന്നത്. മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി രാജിവെച്ച് പോകുന്നവരുടെ എണ്ണം അത് 5% താഴെയായി നിലനിർത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. FNC അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതുപോലെ തന്നെ രാജ്യത്തെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ എല്ലാ തസ്തികകളിലും പൂർണ്ണമായ സ്വദേശീവൽക്കരണം അത്ര പ്രായോഗികമല്ല. സ്വദേശി വിദേശി ജനസംഖ്യ തമ്മിലുള്ള അനുപാതവും നിലവിൽ ലഭ്യമായ തൊഴിലവസരങ്ങളും പരിഗണിക്കുമ്പോൾ എല്ലാ ജോലികൾക്കും പൂർണ്ണമായി സ്വദേശികളെ മാത്രം നിയമിക്കുന്നത് സാധ്യമല്ലെന്നും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിനൊപ്പം നിലവിലുള്ള ജീവനക്കാരെ ജോലിയിൽ നിലനിർത്തുന്നതും പ്രധാനമാണ്. സ്വകാര്യ മേഖലയിൽ വിദേശികളുടെ പങ്കാളിത്തവും മത്സരശേഷിയും അത് വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ നാഫീസ് പദ്ധതി ഇതിന് പിന്തുണ നൽകുന്നതാണെന്നും അൽ ഹുസൈനി പറഞ്ഞു. അതുപോലെ മികച്ച തൊഴിൽ നയങ്ങൾ അത് കാരണമാണ് വിടുതൽ നിരക്ക് കുറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 അന്തിമ സാമ്പത്തിക കണക്കുകൾ FNC അവലോകനം ചെയ്യുന്നതിനിടെയായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണങ്ങൾ. മാത്രമല്ല, കൂടുതൽ മേഖലയിൽ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകി. അങ്ങനെ വന്നാൽ പ്രവാസികൾക്ക് അത് തിരിച്ചടിയാകും, തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വദേശീവൽക്കരണം ഏറ്റവും കുറവ് UAE-യിലാണ്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ സ്വദേശീവൽക്കരണം വർദ്ധിപ്പിച്ചപ്പോഴും UAE അന്ന് മുഖം തിരിച്ചു നിന്നു. ഇപ്പോൾ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്താനാണ് UAE നീക്കം നടത്തുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്, പ്രത്യേകിച്ച് മലയാളികളെ.